എല്ലാ കൂട്ടുകാർക്കും എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ നല്ല പാഠങ്ങൾ പഠിച്ചു. എല്ലാവർക്കും പാഠങ്ങൾ ഇഷ്ടപ്പെട്ടു, വാക്യങ്ങൾ പഠിച്ചു, ഒരുപാട് നല്ല കഥകൾ പഠിച്ചു. എല്ലാ കൂട്ടുകാരും വാക്യങ്ങളും കഥകളും പാഠങ്ങളും ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചു കാണും അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിച്ചു. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മറ്റൊരു യേശു കർത്താവ് ചെയ്ത മറ്റൊരു അത്ഭുതത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്നും നമ്മളിങ്ങനെ യേശു കർത്താവ് എല്ലാ ആഴ്ചയും നമ്മൾ യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച്, രോഗികളെ സൗഖ്യമാക്കിയതും ഭൂതങ്ങളെ പുറത്താക്കിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നും നമ്മൾ പുതിയൊരു പാഠത്തിലേക്ക് കടക്കുകയാണ്. അപ്പം പാഠം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാ ദിവസവും നമ്മൾ പാഠം പഠിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കാറുണ്ടല്ലേ? അപ്പം നമുക്കിന്നും പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചേ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് കർത്താവേ ദൈവവചനം പഠിക്കുവാൻ ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. നന്നായി പഠിക്കുവാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണമേ. പഠിപ്പിക്കുവാൻ അടിയങ്ങളെയും ദൈവം ബലപ്പെടുത്തണമേ. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ കർത്താവെ ഞങ്ങളെല്ലാവരും കർത്താവെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ആമേൻ. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു പാഠം പഠിക്കാൻ പോവാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് പറയട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശു കർത്താവ് ഒരു സ്ത്രീയെ സൗഖ്യമാക്കി. അപ്പോൾ ആ സ്ത്രീക്കൊരു രോഗം ഉണ്ടായിരുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തസ്രാവക്കാരിയായിട്ടുള്ള, അത്തരം രക്തസ്രാവം പോലെ ഒരു രോഗമുള്ള ഒരു സ്ത്രീയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ യേശു കർത്താവ് ഒരുപാട് രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യേശു കർത്താവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ യേശു കർത്താവ് ഇങ്ങനെ നടന്നു പോവാം. അപ്പം യേശു കർത്താവ് പോകുമ്പോൾ യേശു കർത്താവിൻ്റെ കൂടെ ആരാ ഉള്ളത്? നമ്മളെല്ലാ ദിവസവും യേശു കർത്താവിൻ്റെ കൂടെ കുറേ ആളുകളുള്ളതായിട്ട് പറയുന്നുണ്ട്. ശിഷ്യന്മാരുണ്ട്, കൂട്ടുകാർക്കറിയാം. ശിഷ്യന്മാരുണ്ട്, പിന്നെയും കുറേ ആളുകളൂടെ ഉണ്ട്. ഒരുപാട് പുരുഷാരം അല്ലേ? ആൾക്കാരിങ്ങനെ യേശു കർത്താവിൻ്റെ കൂടെ നടക്കുകയാണ്. യേശു കർത്താവിൻ്റെ വായിൽ നിന്നുള്ള നല്ല വാക്കുകൾ കേൾക്കാൻ, അത്ഭുതങ്ങൾ കാണാൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ യേശു കർത്താവിൻ്റെ കൂടെ എപ്പോഴും ആൾക്കാർ കാണും. യേശു കർത്താവ് നല്ല അതായത് എല്ലാവരോടും നല്ല സോഫ്റ്റായിട്ട് സംസാരിക്കും, നല്ല സ്നേഹം കാണിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് യേശു കർത്താവിൻ്റെ കൂടെ എപ്പോഴും ആളുണ്ട്. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളുടെ കൂടെ നടക്കാൻ ഇഷ്ടമാണോ? നമുക്ക് ഇഷ്ടമില്ല. എപ്പോഴും നമ്മളോട് ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവരോട് നടക്കാൻ ഇഷ്ടമില്ല അല്ലേ? എപ്പോഴും നമ്മളെ വഴക്ക് പറയുന്നവരെ നമുക്കിഷ്ടമാണോ? ഇഷ്ടമില്ല. അപ്പോൾ യേശു കർത്താവ് അങ്ങനെയല്ല, എല്ലാവരെയും അങ്ങ് സ്നേഹിക്കും അല്ലേ? നല്ല സ്നേഹവും എപ്പോഴും നല്ല സന്തോഷമുള്ള മുഖമൊക്കെയാണ് യേശു കർത്താവിന്. അപ്പം കൂടെ നടക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും അതിനോടൊപ്പം തന്നെ ഒരുപാട് പുരുഷാരും ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട്, ഒരു സ്ത്രീ വന്നിട്ട് എന്ത് ചെയ്തു? ഈ ആൾക്കാരുടെ ഇടയിൽ കൂടി ഇങ്ങനെ വന്ന് യേശു കർത്താവിനെ തൊടും. അങ്ങനൊരു സംഭവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ സ്ത്രീക്ക് ഒരു രോഗമുണ്ട്. ആ സ്ത്രീക്ക് കുറേ വർഷങ്ങളായിട്ട്, 12 വർഷമായിട്ട്, എത്ര വർഷമായിട്ട്? 12 വർഷമായിട്ട് രക്തസ്രാവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം പിടിച്ചേക്കുക. ഈ സ്ത്രീ എന്ത് ചെയ്തു? ഇങ്ങനെ രോഗിയായി ഈ 12 വർഷവും ഈ സ്ത്രീ എന്ത് ചെയ്തു? ഓരോ ഡോക്ടേഴ്സിനെ ഇങ്ങനെ മാറി കാണും. ആദ്യം ഒരു ഡോക്ടറെ കാണും. ആ ഡോക്ടർ പോയി കുറേ മരുന്ന് കൊടുത്തു, സൗഖ്യമൊന്നുമില്ല. പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ അടുത്ത ഡോക്ടറെ കാണും, സൗഖ്യം വന്നില്ല. പിന്നെയും കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഡോക്ടറെ കാണും. ഇങ്ങനെ മാറി ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കണ്ട് ഒത്തിരി ഡോക്ടർമാർക്ക് കാശ് കൊടുത്തും ഒത്തിരി ഡോക്ടർമാരെ കുറിച്ച് കൊടുത്ത മരുന്ന് കഴിച്ചും ഒക്കെ ഈ പുള്ളിക്കാരിക്ക് സൗഖ്യം വന്നില്ല. അപ്പോൾ എന്ത് സങ്കടമായിരുന്നെന്നറിയോ? വർഷം 12 രോഗം സൗഖ്യമാകുന്നില്ല. ഒത്തിരി കാശ് മുടക്കി, രോഗം സൗഖ്യമാകുന്നില്ല. അങ്ങനെ ഈ സ്ത്രീ അങ്ങ് വളരെ സങ്കടത്തോടെ നടക്കുമ്പോഴാണ് യേശു വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ രക്തസ്രാവക്കാരിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയൊക്കെ ചെയ്ത ആ ഒരു സംഭവ കഥകൾ ഈ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിയുടെ ഉള്ളിൽ എന്തായി? ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ഇനി ഈ യേശു കർത്താവിൻ്റെ അടുക്കലോട്ട് ഞാനൂടെ ചെന്നിട്ട് എൻ്റെ രോഗം അങ്ങനെ സൗഖ്യമാകുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് യേശു കർത്താവിനെ ഒന്ന് കാണുമോ, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ സ്ത്രീ എന്ത് ചെയ്തു?
ഇങ്ങനെ നടന്നു പോയി. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ആളുകൾ യേശുവിൻ്റെ കൂടെ ഉണ്ട്. ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഈ സഹോദരിക്ക് കയറി പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ? യേശു ഇട്ടേക്കുന്ന ഡ്രസ്സിൽ അതിങ്ങനെ ഇങ്ങനെ കുറേ നീളമുള്ള യേശു കർത്താവ് ഇട്ടേക്കുന്ന ഡ്രസ്സ് നമ്മൾ പടങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? നല്ല ഒരു ഷോളൊക്കെ ഇങ്ങനെ കാണും. ആ ഷോളൊക്കെ ഇങ്ങനെ നീണ്ടു കിടക്കും. അപ്പോൾ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെന്ന് പറഞ്ഞാൽ താഴെ ഭാഗമാണ് കേട്ടോ. അപ്പം യേശു കർത്താവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ പുരുഷന്മാരുടെയൊക്കെ ഇടയ്ക്കൂടെ ഈ സ്ത്രീ ഒന്ന് കയറി ചെന്നു, ഒന്ന് തൊട്ട് നോക്കാമെന്ന് വിചാരിച്ച് കയറി ചെന്ന് രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഈ പുള്ളിക്കാരുടെ ഉള്ളിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. എന്തായിരുന്നു? യേശുവിനെ തൊട്ടില്ലെങ്കിലും യേശുവിൻ്റെ വസ്ത്രത്തിലാണേലും ഒന്ന് തൊട്ടാൽ മതി, എനിക്കെൻ്റെ രോഗം ഭേദമാകും എന്നുള്ള ഒരു വലിയ വിശ്വാസം ഈ സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യേശുവിനെ തൊടാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെന്നെങ്കിലും യേശുവിനെ തൊടാൻ പറ്റിയില്ല. ഇത്രയും ആളുകളുടെ ഇടയിൽ ഈ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലയിലോട്ട് ഈ സഹോദരി പോയങ്ങ് തൊട്ടു. അപ്പോഴത്തേക്കിന് എന്തോ ചെയ്തു? ഈ പുള്ളിക്കാരിക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന രോഗം പെട്ടെന്നങ്ങ് മാറിപ്പോയി. അപ്പം അതുവരെ ഞാനൊരു രോഗിയാണ്, എനിക്ക് ഈ രക്തസ്രാവം എന്ന് പറയുന്ന രോഗം ഉണ്ടെന്നുള്ളത് പുള്ളിക്കാരുടെ ശരീരത്തിൽ ഫീൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോഴത്തേന് എന്ത് ചെയ്തു? എനിക്ക് രോഗമില്ല എന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യം ആ സ്ത്രീക്ക് ഉണ്ടായി. ഇതേ സമയം മറ്റൊരു സംഭവമുണ്ട്. യേശു കർത്താവ് ഈ നടന്നു പോകുന്ന പുരുഷന്മാരും എല്ലാം ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൽ ഈ സ്ത്രീ തൊടുന്നത്. പെട്ടെന്ന് യേശു കർത്താവ് തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ വസ്ത്രത്തിൽ ആരോ തൊട്ടു. അത് യേശു കർത്താവിന് മനസ്സിലായി. അപ്പോൾ യേശു കർത്താവ് മനസ്സിലാകാൻ കാര്യമുണ്ട്. യേശുവിൻ്റെ വസ്ത്രത്തിൽ ഈ സ്ത്രീ തൊട്ടപ്പോഴത്തേക്കിന് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. യേശു ദൈവപുത്രനാണല്ലേ, യേശു ദൈവമാണ്. യേശുവിന് എന്തുണ്ട്? ശക്തിയുണ്ട്. അപ്പം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലോട്ട് ഈ സ്ത്രീ തൊട്ടപ്പോഴത്തേക്കിന് യേശുവിൻ്റെ ശരീരത്തിലുള്ള ആ ദൈവശക്തി എന്ത് ചെയ്തു? പുറപ്പെട്ടു. അത് യേശുവിന് ഫീൽ ചെയ്തു. അപ്പോൾ യേശു തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എന്നെ ആരാണ്ട് തൊട്ടിട്ടുണ്ട്, എന്നെ ആരാണ് തൊട്ടത്? എൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഈ ശിഷ്യന്മാരും ഈ കൂടെ ഉള്ളവരും ഒക്കെ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇത്രയും ആൾക്കാരിങ്ങനെ ഭയങ്കര തിരക്കല്ലേ ഇവിടെ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ആൾക്കാരെല്ലാം കൂടെ തിങ്ങിക്കൂടി ആകെ ഒരു തിരക്ക് പിടിച്ചൊരു അവസ്ഥയിൽ ആരാ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടേന്ന് ഞങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇവർക്ക് ആർക്കും അറിയത്തില്ല, ഇവരെല്ലാം കൂടെ ഉള്ളവരാ. പക്ഷെ ആരാ തൊട്ടേന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒത്തിരി ആളുകളില്ലേ. പക്ഷേ യേശുവിനറിയായിരുന്നു, യേശുവിൻ്റെ ശരീരത്തിൽ തൊട്ട ആൾക്ക് എന്തോ ഒരു ആവശ്യത്തോടു കൂടിയാണെന്നുള്ളത് യേശു കർത്താവിന് അറിയായിരുന്നു. ആ ശക്തി പുറപ്പെട്ടു. വിശ്വാസത്തോടെ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട ആ സ്ത്രീക്ക് എന്ത് ചെയ്തു? അതുവരെ 12 വർഷം കൊണ്ട് തനിക്കുണ്ടായിരുന്ന രോഗത്തിന് എന്ത് ചെയ്തു? സൗഖ്യം വന്നു. അപ്പം യേശു കർത്താവ് തിരിഞ്ഞു നോക്കി, ഇതാരാ എന്നെ തൊട്ടേന്ന് യേശു കർത്താവിന് അറിയാൻ വേണ്ടിയിട്ട് യേശു കർത്താവ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, എന്നെ തൊട്ടത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഈ സ്ത്രീ എന്തോ ഇതെന്നറിയാവോ? പേടിച്ച്, യേശുപ്പച്ചനെ തൊട്ടെന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം പോലും ഇല്ലാതെ പേടിച്ച് വറച്ച് യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. അപ്പോഴത്തേക്കിന് യേശു കർത്താവിന് മനസ്സിലായി, വളരെ വിശ്വാസത്തോടു കൂടി തൻ്റെ രോഗം സൗഖ്യമാകുമെന്നുള്ള വലിയ വിശ്വാസം തനിക്ക് ഉള്ളത് കൊണ്ടാണ് എൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഈ സ്ത്രീ തൊട്ടത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയോട് യേശു കർത്താവ് പറഞ്ഞു, നിൻ്റെ ശരീരത്തിൽ നിന്ന് നിൻ്റെ രോഗം മാറി, നീ ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിലോട്ട് പൊക്കോ എന്ന് യേശു കർത്താവ് പറയാനിടയായിത്തീർന്നു. അപ്പം അങ്ങനെ പറയണമെങ്കിൽ, അങ്ങനെ യേശു കർത്താവ് ഈ സ്ത്രീയോട് പറയണമെങ്കിൽ ഈ സ്ത്രീയുടെ ഉള്ളിൽ യേശുവിലുള്ള വിശ്വാസത്തെ യേശു തിരിച്ചറിഞ്ഞു. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക? നിനക്ക് നല്ലൊരു വിശ്വാസം എന്നിലുള്ളത് കൊണ്ട് അതുകൊണ്ട് നിൻ്റെ രോഗം ഇവിടെ സൗഖ്യമായി. അപ്പം അങ്ങനെ യേശു കർത്താവിങ്കൽ നിന്നും ഈ രക്തസ്രാവം വന്ന സ്ത്രീയുടെ രോഗത്തിന് സൗഖ്യം വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ പല തവണ നമ്മൾ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യങ്ങൾ, ചിലപ്പോൾ ചില രോഗങ്ങളായിരിക്കും, ഒത്തിരി നാളായിട്ട് രോഗിയായിരിക്കും, പക്ഷെ സൗഖ്യമില്ല. അപ്പോൾ നമ്മൾ ഒത്തിരി ഡോക്ടേഴ്സിനെയൊക്കെ കാണാറുണ്ട്, സൗഖ്യമില്ല. അപ്പം നമ്മളെ നിരാശപ്പെട്ടു പോകും. അങ്ങനെ നിരാശപ്പെട്ടു പോവണ്ട. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് എന്താ? നമ്മളൊരിക്കലും അങ്ങനെ നിരാശപ്പെട്ടു പോകണ്ട. യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ നമുക്ക് എന്താണ്? സൗഖ്യമുണ്ടാകും. പക്ഷെ നമ്മൾ ആ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ സൗഖ്യമുണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസമുള്ളവർക്ക് യേശു കർത്താവ് സൗഖ്യം തരും, അല്ലേ?
ഇനി നമ്മൾ വേറെന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണെങ്കിൽ, പലതവണ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത മറ്റെന്തെങ്കിലും പ്രശ്നത്തിലാണെങ്കിൽ എന്ത് ചെയ്യാം? യേശു കർത്താവിൻ്റെ അടുക്കൽ പോയി യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സൗഖ്യവും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും നേരം ഈ യേശു കർത്താവിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പം നമുക്ക് ഈ പാഠത്തിനകത്തുനിന്ന് നമുക്ക് ഒരു വാക്യം പഠിക്കാം. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. വാക്യമാണ് ഇന്നത്തെ മനപ്പാഠ വാക്യം, നമ്മളതാണ് പഠിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രമാണ് നമ്മളിന്ന് മനപ്പാഠമായിട്ട് വായിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞു തരാം. അവൻ അവളോട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൻ അവളോട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്താണ് യേശു കർത്താവ് സ്ത്രീയോട് പറഞ്ഞ് നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളത്. വേറെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെ അതല്ലേ. യേശുവിൻ്റെ അടുക്കലേട്ട് വന്ന് തൻ്റെ വിശ്വാസം മൂലം തനിക്ക് യേശു കർത്താവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ സൗഖ്യം വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി കടന്നു വന്ന സ്ത്രീക്ക് സൗഖ്യം വന്നപ്പോൾ യേശു തിരിഞ്ഞു നിന്ന് ആ സ്ത്രീയോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നിവിടുത്തെ മനപ്പാഠവാക്യമായിട്ട് പറഞ്ഞത് അല്ലേ. അവൻ അവളോട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മർക്കോസ് 5:34 അല്ലേ, അതാണ് വാക്യം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിന്ന് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. വീണ്ടും കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പദപീഠത്തിൽ അടുത്ത് വരുന്നു. പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം അടിയങ്ങളെ സഹായിച്ചു. കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ, ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. ഇനിയും കാണുന്നവരെയും ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ, ആമേൻ.